നമസ്കാരം. ഔഷധ സസ്യങ്ങളുടെ രാജ്ഞി എന്നറിയപ്പെടുന്ന തുളസി ചെടിക്ക് ധാരാളം ഗുണങ്ങളുണ്ട്. സനാതന വിശ്വാസത്തിൽ പവിത്രമായി തന്നെ കണക്കാക്കപ്പെടുന്ന സസ്യം കൂടിയാണ് ഇത്. അതിനാൽ ഒട്ടുമിക്ക വീടുകളിലും തുളസി ചെടി കാണപ്പെടുന്നതുമാണ്. ജലദോഷം, പനി, ചുമ തുടങ്ങിയ വിവിധ സീസണൽ രോഗങ്ങൾക്കുള്ള പ്രതിവിധിയായി പ്രവർത്തിക്കുന്നതുമാണ്. കൂടാതെ തുളസി ചെടി വീട്ടിൽ സൂക്ഷിക്കുന്നത് കുടുംബത്തിന്റെ ഐക്യവും സന്തോഷവും നൽകുന്നതിനും അത് നിലനിർത്തുന്നതിനും സഹായകരമാണ് എന്ന് വാസ്തുവിൽ പരാമർശിക്കുന്നതുമാണ്. വീട്ടിൽ ഒരു തുളസി ചെടിയെങ്കിലും നടുന്നത് വളരെ ശുഭ സൂചകമായി കണക്കാക്കപ്പെടുന്നു. ജ്യോതിഷത്തിലും വാസ്തുശാസ്ത്രത്തിലും തുളസി ചെടിക്ക് പ്രത്യേകമായ പ്രാധാന്യം തന്നെയുണ്ട്. എന്നാൽ ഈ ചെടി നടുന്നതിന് മുൻപ് ചില കാര്യങ്ങൾ ഓർമ്മിക്കേണ്ടതായിട്ടുണ്ട്. അല്ലാത്ത പക്ഷം നെഗറ്റീവായ ഫലങ്ങൾ അനുഭവിക്കേണ്ടതായ സാഹചര്യമാണ് വന്നു ചേരുക. നിങ്ങളുടെ വീട്ടിൽ തുളസി നടുമ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതായ ചില വിശ്വാസങ്ങളുണ്ട്, പ്രധാനപ്പെട്ടതായ കാര്യങ്ങളുണ്ട്. അതേക്കുറിച്ചാണ് ഇനി പരാമർശിക്കാനായി പോകുന്നത്. നിങ്ങളുടെ വീടുകളിൽ കാര്യങ്ങൾ ഇപ്രകാരമാണോ മുന്നോട്ട് പോകുന്നത് എന്ന കാര്യം പ്രത്യേകം ഓർക്കേണ്ടതുമായിട്ടുണ്ട്. എവിടെ എന്ന കാര്യത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. തുളസി വളർത്താൻ ഏറ്റവും അനുയോജ്യമായ ദിശ ബ്രഹ്മസ്ഥാനമാണ്. ബ്രഹ്മസ്ഥാനം എങ്ങനെ മനസ്സിലാക്കാം എന്ന് ആദ്യം അറിയാം. വാസ്തുശാസ്ത്രം അനുസരിച്ച് ഒരു വീടിന്റെയോ വാണിജ്യ സ്ഥാപനത്തിന്റെയോ കൃത്യമായ മധ്യഭാഗത്തെ ബ്രഹ്മസ്ഥാനം എന്ന് വിളിക്കുന്നു. ഏതൊരു വസ്തുവിലും ഊർജത്തിന്റെ മൊത്തത്തിലുള്ള ബാലൻസ് നിലനിർത്തുന്നതിൽ ഈ സ്ഥാനത്തിന് നിർണായകമായ പ്രാധാന്യമുണ്ട്. ബ്രഹ്മസ്ഥാനം എന്ന വാക്ക് രണ്ട് വ്യത്യസ്തമായ പദങ്ങൾ ഉൾക്കൊള്ളുന്നതുമാണ്. ഹിന്ദു പുരാണം അനുസരിച്ച് ബ്രഹ്മ എന്ന വാക്ക് പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ ബ്രഹ്മാവിനെയാണ് പ്രതിനിധീകരിക്കുന്നത്. സ്ഥാനം എന്നത് സ്ഥലം എന്നും അർത്ഥമാക്കുന്നതാണ്. അതിനാൽ ബ്രഹ്മസ്ഥാനം എന്ന വാക്ക് ബ്രഹ്മാവിന്റെ സ്ഥാനത്തെ പ്രതിനിധീകരിക്കുന്നു എന്നാണ് പരാമർശിക്കുവാൻ സാധിക്കുന്നത്. വാസ്തുശാസ്ത്രത്തിൽ വസ്തുവിന്റെ നാഭി അല്ലെങ്കിൽ സുപ്രധാന ബിന്ദുവായി ബ്രഹ്മസ്ഥാനത്തെ കണക്കാക്കുന്നതുമാണ്. വേദ വാസ്തുവിദ്യയിൽ ഒഴിഞ്ഞുകിടക്കുന്ന കേന്ദ്ര സ്ഥലമാണ് ഇത്. എന്നാൽ സാധ്യമായ മറ്റ് ദിശകളിൽ കിഴക്ക്, വടക്ക് അല്ലെങ്കിൽ വടക്ക് കിഴക്കും ഉൾപ്പെടുന്നതാകുന്നു. തുളസി എല്ലായ്പ്പോഴും ഒരു തറയിലോ അല്ലെങ്കിൽ ചട്ടികളിലോ വളർത്തുവാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. തുളസി ഏത് ദിശയിൽ വളരുന്നതാണ് ഏറ്റവും ശുഭം എന്ന കാര്യത്തിനും പ്രാധാന്യമുണ്ട്. നിങ്ങളുടെ വീടുകളിൽ ഈ ദിശയിൽ തന്നെ അതിനാൽ തുളസി വളർത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രത്യേകിച്ചും വടക്ക് കിഴക്ക്, വടക്ക് കിഴക്കായി നിങ്ങൾക്ക് വളർത്താവുന്നതാണ്. ചിലർ ഇതേക്കുറിച്ച് മനസ്സിലാക്കാത്തതിനാൽ തന്നെ ചില അബദ്ധങ്ങൾ വീടുകളിൽ സംഭവിക്കാറുണ്ട്. അത് ഇവർക്ക് വളരെ വലിയ ദോഷമായി തന്നെ ഭവിക്കുകയും ചെയ്യും. ചിലർ അറിയാതെ കന്നിമൂലയിൽ മാത്രമായി തുളസി വളർത്തുന്നവരാണ്. ഇത് വലിയ ദോഷം തന്നെയാണ്. കന്നിമൂലയിൽ തുളസി വളർത്താൻ പാടില്ലേ എന്ന് നോക്കുകയാണ് എങ്കിൽ, കന്നിമൂലയിൽ മാത്രമായി തുളസി വളർത്തുകയാണ് എങ്കിൽ അവ വളരുന്നതും പൂവിടുന്നതും ആ വീട്ടിലെ പണവുമായി ബന്ധപ്പെട്ടും ആരോഗ്യവുമായി ബന്ധപ്പെട്ടും ദോഷകരമായി തന്നെ ഭവിക്കാം. കൂടാതെ മറ്റ് ചില ഇടങ്ങളിൽ ഇവ വളർത്തുന്നത് ദോഷമാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. ഇതേക്കുറിച്ച് കൂടി വിശദമായി തന്നെ മനസ്സിലാക്കാം. മുള്ളുള്ള ചെടിയുടെ അടുത്തായി ഒരിക്കലും നിങ്ങൾ തുളസി വളർത്തുവാൻ പാടുള്ളതല്ല. അടുത്ത് മുള്ളുള്ള ചെടിയുണ്ട് എങ്കിൽ തീർച്ചയായും അവ ഒഴിവാക്കേണ്ടത് അനിവാര്യമാണ്. അതല്ല എങ്കിൽ അത് ആ വീടുകളിൽ രോഗദുരിതങ്ങൾ വന്നു ചേരുവാൻ, രോഗങ്ങൾ വിട്ടൊഴിയാതെ പിന്തുടരുന്നതിന് കാരണമായി തീരാം. ഉണങ്ങിയ ചെടിയുടെ അടുത്തായി ഒരിക്കലും തുളസി പാടില്ല എന്നാണ് പറയുക. അത് ആ വീടുകളിൽ ദൗർഭാഗ്യം കൊണ്ടുവരുന്നതിന് കാരണമായി തീരാം. നിങ്ങൾ ചെയ്യുന്നതായ പ്രവൃത്തികളിൽ തിരിച്ചടികൾ അല്ലെങ്കിൽ നഷ്ടങ്ങൾ, തോൽവി പിണയുന്നതിന് അത് കാരണമായി തീരും.
മുരടിച്ച ചെടിയുടെ അടുത്തായി ഒരിക്കലും തുളസി പാടുള്ളതല്ല. അതിനാൽ ആ മുരടിച്ച ചെടി ഒഴിവാക്കുന്നതാണ് ഏറ്റവും ശുഭം. അഴയുടെ അഥവാ തുണി തോരയിടുന്നതായ ഭാഗത്ത് ഒരിക്കലും തുളസി വരാൻ പാടില്ല എന്നാണ് പറയുക. അതിനാൽ തുളസിയുള്ള ഭാഗത്തുകൂടി അഴ പോകുന്നു എങ്കിൽ ആ അഴ ഒഴിവാക്കുന്നതാണ് ഏറ്റവും ശുഭം. അതല്ല എങ്കിൽ ആ വീടുകളിൽ പല രീതിയിലുള്ള തടസ്സങ്ങൾ വന്നു ചേരാം. കാര്യവിജയങ്ങൾ പോലും ജീവിതത്തിൽ നിന്നും അകന്ന് പോകുന്നതായ സാഹചര്യമാണ് വന്നു ചേരുക. അതിനാൽ പല വിജയങ്ങളും നിങ്ങളിൽ നിന്നും അകന്നു പോകാം. വന്നു ചേരേണ്ടതായ സൗഭാഗ്യങ്ങൾ പോലും തട്ടിത്തെറിച്ച് പോകുന്നതിന് അത് കാരണമായി തീരും. ജലം ഇറ്റു വീഴുന്ന ഭാഗത്തും ഒരിക്കലും തുളസി വരാൻ പാടില്ല എന്നാണ് പറയുക. ഇപ്രകാരം വരുന്നത് ആ വീടുകളിൽ ശത്രുദോഷം വർദ്ധിക്കുന്നതിന് കാരണമായി തീരും. ശത്രുക്കളുമായി ബന്ധപ്പെട്ട ദോഷകരമായ കാര്യങ്ങൾ, ചില തിരിച്ചടികൾ ജീവിതത്തിലേക്ക് കടന്ന് വരാവുന്നതുമാണ്. അഴുക്ക് ജലം അല്ലെങ്കിൽ മലിനജലത്തിന്റെ അടുത്തായി ഒരിക്കലും തുളസി വരാൻ പാടുള്ളതല്ല. അത് നിങ്ങൾക്ക് ദോഷമായി ഭവിക്കും. തീ ഇടുന്നതിന്റെ അടുത്തും തുളസി വരരുത് എന്നാണ് പറയുക. ഇപ്രകാരം വരുന്നത് ആ വീടുകളിൽ പല കാര്യങ്ങൾക്കും തിരിച്ചടികൾ, സന്തോഷകരമായ നിമിഷങ്ങൾ നഷ്ടമാകുന്നതിനും കാരണമായി തീരാം. അതിനാൽ തുളസി വളർത്തുന്നവർ ഈ കാര്യം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. എന്നാൽ നിങ്ങളുടെ വീടുകളിൽ ധാരാളമായി തുളസി വളരുന്നു എങ്കിൽ, പ്രത്യേകിച്ചും മുൻപ് പരാമർശിച്ച ദിശകളിൽ വളരുന്നതിനോടൊപ്പം വീടിന് ചുറ്റും അല്ലെങ്കിൽ മറ്റു പല ഭാഗങ്ങളിലും ധാരാളമായി തുളസി വളരുന്നു എങ്കിൽ അത് ശുഭകരമായ ലക്ഷണമാണ്. ആ വീടുകളിൽ ലക്ഷ്മി നാരായണ പ്രീതിയുണ്ട് എന്ന് തന്നെ അർത്ഥമാക്കാം. അതിനാൽ തന്നെ തീർച്ചയായും നിങ്ങൾ വീടുകളിൽ തുളസിയുണ്ട് എങ്കിൽ ഒരു കാര്യം കൂടി ചെയ്യുവാൻ ശ്രമിക്കുക. നിത്യവും കുളിച്ച് ശുദ്ധിയോടെ വിളക്ക് തെളിയിച്ച് ശ്രീകൃഷ്ണ ഭഗവാന്റെ കാൽപാദങ്ങളിൽ നിത്യവും ഓരോ തുളസിയില വയ്ക്കുന്നത് അതീവ ശുഭകരമാണ്. ധാരാളം തുളസിയുണ്ട് എങ്കിൽ തുളസിമാല ഭഗവാന് ചാർത്തുന്നത് വിശേഷമാകുന്നു. നിത്യവും സാധിക്കുന്നില്ല എങ്കിൽ പോലും സാധിക്കുന്നതായ അവസരങ്ങളിൽ ഭഗവാന്റെ വിശേഷപ്പെട്ടതായ ദിവസങ്ങളിലാണ് എങ്കിൽ പോലും ഇപ്രകാരം നിങ്ങൾ ചെയ്യുവാൻ ശ്രമിക്കുക. ഇപ്രകാരം ചെയ്യുന്നത് സർവ ഐശ്വര്യപ്രദമാണ്. എന്നാൽ ഏകാദശി ദിവസം ഒരിക്കലും തുളസി പറിക്കുവാൻ പാടില്ല എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. കൂടാതെ നിത്യവും തുളസിക്ക് ജലം അർപ്പിക്കുന്നത് അതിരാവിലെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് ഏറ്റവും വിശേഷപ്പെട്ടതായ ഒരു കാര്യമാകുന്നു. എന്നാൽ ശ്രദ്ധിക്കേണ്ടതായ കാര്യം, ഏകാദശി ദിവസം ഒരിക്കലും തുളസിക്ക് ജലം ഒഴിക്കാൻ പാടുള്ളതല്ല. അന്ന് ദേവി വ്രതത്തിലായിരിക്കുന്നതിനാലാണ് ഇപ്രകാരം പരാമർശിക്കുന്നത് എന്ന കാര്യവും ഓർക്കുക. നിത്യവും ഈ കാര്യങ്ങൾ തുളസിക്ക് ചെയ്യുന്നതിലൂടെ പോലും അനുകൂലമായ ഫലങ്ങളാണ് വന്നു ചേരുക. നിത്യവും സന്ധ്യയ്ക്ക് തുളസിക്ക് വിളക്ക് തെളിയിക്കുന്നതും അതീവ ശുഭകരമായ ഒരു കാര്യമാകുന്നു. ആ വീടുകളിൽ മഹാലക്ഷ്മി കടാക്ഷം അഥവാ ലക്ഷ്മി നാരായണ കടാക്ഷം നാൾക്ക് നാൾ വർദ്ധിക്കുന്നതാണ്.